ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പോൾ ഇത് നമ്മൾ IK പോയ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അൽനാദ ഷാർജയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ദുബായ്ക്ക് സൈസിലേക്ക് ഒരു വില്ലയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിങ്ങും കൊണ്ട് ഡ്രസ്സ് അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, സാധനങ്ങളൊക്കെ മേടിക്കുന്നു, അതിൻ്റെ തിരക്കിലാണ്. വീഡിയോസൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നല്ലൊരു ദബ്സ മെട്രോയുടെ ഒരു 5 minutes ഡിസ്റ്റൻസ് ഇല്ല ദബ്സ മെട്രോയിൽ നിന്ന്, അങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് IKയിൽ പോവാം എന്ന് പറഞ്ഞു. അവിടെ എക്സ്പെൻസീവ് സൈഡിലുള്ള സാധനങ്ങളുണ്ട്, അതുപോലെ നമുക്ക് പറ്റുന്ന കുറച്ച് റേറ്റ് കുറവിലുള്ള സാധനങ്ങളുണ്ട്. മോസ്റ്റ്ലി ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് സാധനമാണ്. ഈ ഹോം ഡെക്കേഴ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ പൊന്നേ അങ്ങോട്ട് കയറിയാൽ തന്നെ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ലേ. ഇല്ല, CID മൂസയ്ക്കകത്ത് ഈ ഡയലോഗാണ് എനിക്കത് കണ്ടപ്പോൾ എന്തെടുക്കണം എന്ന് എനിക്കറിയാൻ വയ്യാതെ ഉണ്ടായത്. ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. ഒരു ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. നിന്റെ പോക്കറ്റ് കാര്യമാക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈം IKയിൽ കയറുന്നത്. അവർ എങ്ങനെ എക്സ്പെൻസീവ് സൈഡാണോ അതോ കുറച്ച് ഇതായിട്ടുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. ഭയങ്കര ഇമ്പ്രസീവാണ്. മാറി IKയുടെ ഫുൾ ഒരു മാളില്ലേ ഉണ്ടോ? ഇത് എനിക്ക് തോന്നുന്നത് ഫെസ്റ്റിവൽ സിറ്റി മാളിൻ്റെ അകത്തൊരു ഷോപ്പ്. ഇതൊക്കെ പുറത്ത് തന്നെയുള്ള അതായത് നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള കുറച്ച് കാഴ്ചകളാണ്. അതായത് ഒരു റൂമൊക്കെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഇതിന് ഓരോരോ സാധനങ്ങൾക്ക് ഓരോരോ റേറ്റാണ്. ബട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ സൈഡിലൊരു ഫുഡിൻ്റെ കോർണർ ഉണ്ട്. നോട്ട് ഇന്ത്യൻ ഫുഡ്, വേറെ സ്ഥലത്തുള്ള കുറേ ഫുഡ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു കാർട്ട് എടുത്തിട്ട് അകത്തേക്ക് കയറി. ആൻഡ് ഫസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഓഫേഴ്സ് ഉള്ള സാധനമാണ്. 2 dirhams, 3 dirhams, 4 dirhamsൻ്റെ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്ലാസ്സസ്, കപ്സ്, അതുപോലെ ലൈറ്റ് ബെഡ് സൈഡ് ലാമ്പ്, അങ്ങനെ ഒരുപാട്. ഇത് കണ്ടില്ലേ, 2 dirhams, 2.95, 3 dirhamsൻ്റെ ഇങ്ങനത്തെ പ്ലേറ്റ്സും, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ IKയിലോട്ട് അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനത്തെ സ്റ്റാൻഡുകൾ അങ്ങനെ ക്ലോസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുട്ടായികളുണ്ടല്ലോ, M&M, അങ്ങനത്തെ കുറച്ച് സ്വീറ്റ്സ് ഓഫേഴ്സിലുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഭയങ്കര, അതായത് ഒരു ഹോം ഡെക്ക പ്രാന്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതിനപ്പുറത്ത് എന്തൊക്കെ വെറൈറ്റി ഐറ്റംസാണ് അവിടെ ഉള്ളത്. കിച്ചണിലായിക്കോട്ടെ, ഇതൊരു 165 dirhams വരുന്ന ഒരു വാർഡ്രോബാണ്. 645 dirhams വരുന്ന ഒരു വാർഡ്രോബാണ്. നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. നമുക്കൊരു വാർഡ്രോബിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡ് കിച്ചൺ, ഇതൊക്കെ ഫ്രണ്ടിലുള്ളതാണ് കേട്ടോ. കുറച്ച് അകത്തേക്ക് പോകുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഈ ഏരിയയിലും വരുന്നത് കുറച്ച് നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഈ ഏരിയയിൽ വരുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ടിഫിൻ ബോക്സസ് ഉണ്ട്. ആൻഡ് ഇത് വരുന്നത് ഫുള്ള് ഗ്ലാസ്സസ് ആണ്. ഗ്ലാസ്സസ് അല്ല, മിറേഴ്സാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിറേഴ്സ്. ആൻഡ് ദാൻ ദിസ് വൺ ഈസ് മൈ ഫേവറേറ്റ് സ്പോട്ട്. കുറേ ചെടികൾ, പ്ലാസ്റ്റിക്കും ഉണ്ട്, അതുപോലെ നമുക്ക് ലൈവായിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഈ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തേക്കുന്ന ലൈവായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയാസാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഫുള്ളായിട്ട് വരുന്നത് നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സും, അതുപോലെ ഡ്രൈഡ് പ്ലാന്റ്സും, അതുപോലെ അതിൻ്റെ വേസസ് ആണ്. ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. രണ്ടും കൂടെ ഒരു 60-70 dirhams ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു വെച്ചു, പക്ഷെ പിന്നെ റേറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് അത്രയും വർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ തിരിച്ചു വെച്ചു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഓട്ടം സീസൺ തീമിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു, പക്ഷേ എടുത്തില്ല. കുറച്ചധികം എക്സ്പെൻസീവ് ആണ് അത് രണ്ടും കൂടെ സെപ്പറേറ്റ്. എനിക്കൊന്ന് ഫ്ലവേഴ്സ് മാത്രം ഒരു 30 dirhams, ആ വേസ് 30-40 എന്തോ. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ ഒരു 1000 രൂപയുടെ മുകളിൽ അത് പോകുന്നുണ്ട്. 1000 dirhams അല്ല, 1000 Indian rupees. അങ്ങനെ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോൾ നമുക്ക് ക്ലോക്സിൻ്റെ ഒരു ഏരിയ, പിന്നെ പില്ലോസ്, പില്ലോ കവേഴ്സ്, പിന്നെ കർട്ടൻ, അതുപോലെ തന്നെ നമുക്ക് ബെഡ് സൈഡിൽ വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ്.
ഈച്ച് ആൻഡ് എവറിത്തിങ്. ബൗൾസ് തന്നെ പല ടൈപ്പ്, സെറാമിക് ബൗൾസ് ഉണ്ട്, വുഡൻ ബൗൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് ഐക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് നേരം നിന്ന് ഷോപ്പ് ചെയ്ത് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. ആൻഡ് ഇനി ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു. അങ്ങനെ ഫസ്റ്റ് ഇതാ ഈ ഒരു പെർഫ്യൂംഡ് ക്യാൻഡിലാണ് എടുത്തത്. ഇത് ഞാൻ എടുത്തതല്ല, ഒരാൾക്ക് അതിൻ്റെ സ്മെല്ല് കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തതാണ്. പിന്നെ നമുക്ക് ഈ ഓർഗനൈസർ കണ്ടില്ലേ, ഫസ്റ്റ് നമ്മുടെ സോപ്പിൻ്റെ ഡിഷ് വാഷ് വെക്കാൻ പറ്റുക. പിന്നെ ഈ ഒരു പ്ലേറ്റ്സ് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് നമ്മൾ മേടിച്ചു. ഇതിൽ ഒരുപാട് ഇരിക്കത്തില്ല, എന്നാലും അത്യാവശ്യം പ്ലേറ്റ്സ് ഇരിക്കും. പിന്നെ എന്താ ഈ ഒരു ബോട്ടിൽ സ്റ്റോറേജ് ബോട്ടിൽ മേടിച്ചു. ഗ്ലാസ് ബോട്ടിൽസ് ആണ്, ഒരു പാക്കിൽ വരുന്ന 4 എണ്ണമാണ്. ഒരെണ്ണോടെ മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. പിന്നെ ഈ ഒരു കിച്ചൺ സ്റ്റോറേജ് സാധനം മേടിച്ചു. പിന്നെ ഈ ഒരു മണി പ്ലാന്റ് നമ്മൾ മേടിച്ചു. പിന്നെ കപ്പും അതുപോലെ നമ്മുടെ സ്പൂൺസും പിച്ചാത്തിയും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന അറ്റാച്ച്ഡ് ഒരു സ്റ്റോറേജ് വരുന്ന ഈ ഒരു സ്റ്റോറേജ് ബോക്സും നമ്മൾ മേടിച്ചു. പിന്നെ സ്പൂൺസിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ എടുത്തത്. അതിലൊരു 4 സ്പൂൺസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് കിച്ചണിൽ വേണ്ട 4 സ്പൂൺസ്, വലിയ സ്പൂൺസാണ് ഉള്ളത്. ദോശ ചുടുന്ന തവിയുണ്ട്, അതുപോലെ കോരാൻ പറ്റിയത്, അങ്ങനെ അത്യാവശ്യം ഈ ഒരു 4 സ്പൂൺസാണ് ഒരു സെറ്റിൽ വരുന്നത്. പിന്നെ 2 വുഡൻ സ്പൂൺസും ഒരു സെറ്റിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഷാൾസൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സാധനം വേണമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കിട്ടിയത്. നല്ല ക്വാളിറ്റി ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ബൈ.